എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൗരോർജ്ജ പദ്ധതിയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ 40% സബ്സിഡിയോടുകൂടെ നമ്മുടെ വീടിൻ്റെ മുകളിൽ നമുക്കൊരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണിത്. KSEB ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. 2015 ഇങ്ങനൊരു ഓൺ ഗ്രിഡ് പദ്ധതി ആദ്യമായി സ്റ്റാർട്ടായിരിക്കുന്നത്. 2019 അതിൻ്റെ സെക്കൻഡ് ഫേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 അവസാനത്തോടുകൂടെ ഒരു 4000 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റ് വഴി കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ KSEB ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു സോളാർ പ്ലാന്റ് നമ്മുടെ വീട്ടിലേക്ക് സ്ഥാപിക്കുന്നത് വഴി നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാം. അതിനു പുറമെ നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ ബില്ലും ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് അല്ലെങ്കിൽ നമ്മൾ കറണ്ട് അടുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും അതുവഴി ലാഭിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് അധികം വരുന്ന കറണ്ട് നമ്മൾ KSEBയിലേക്ക് ഗ്രിഡിലേക്ക് തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതുവഴി ഒരു യൂണിറ്റിന് ഇപ്പോൾ കൊടുക്കുന്നത് ₹2.80. ഇങ്ങനെ ഒരു എമൗണ്ട് വർഷത്തിലൊരിക്കൽ നമുക്ക് ആ രീതിയിൽ നമുക്കിത് മിച്ചം ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനു പുറമെ നമുക്ക് AC, വാട്ടർ ഹീറ്റർ, അതുപോലെ നമ്മൾ ഈ കോയിൽ ചൂടാക്കി ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ, ഇതുപോലെ എല്ലാ എക്യുപ്മെൻറ്റ്സുകളും നമുക്ക് യഥേഷ്ടം നമുക്ക് കറണ്ട് ബില്ല് കൂടും എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. നമുക്കിതിൻ്റെ സബ്സിഡി സ്കീമുകൾ എങ്ങനെയാണെന്ന് നോക്കാം. 3 കിലോവാട്ട് വരെ 40% സബ്സിഡിയോട് കൂടെയാണ് നമുക്ക് ഈ പ്ലാന്റ് വയ്ക്കാൻ സാധിക്കുക. 3 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ വരുന്ന ഓരോ കിലോവാട്ടിനും 20% സബ്സിഡിയാണ് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 4 കിലോവാട്ടാണ് നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യത്തെ 3 കിലോവാട്ടിന് നിങ്ങൾക്ക് 40% സബ്സിഡിയും അധികമായി വരുന്ന 1 കിലോവാട്ടിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റിൻ്റെ 20% സബ്സിഡിയാണ് നമുക്ക് കസ്റ്റമർക്ക് കിട്ടുക. ഇനി എത്ര കിലോ വാട്ടാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ വെക്കണം, അല്ലെങ്കിൽ എത്ര കിലോ വാട്ട് വെച്ചാലാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്നൊന്ന് നോക്കാം. ഇത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ കറണ്ട് ബില്ല് നോക്കിയിട്ടാണ്. നമ്മൾ എത്ര യൂണിറ്റ് കറണ്ടാണ് 2 മാസം കൂടുമ്പോൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കി വേണം നമ്മൾ എത്ര കിലോ വാട്ടിൻ്റെ പ്രൊജക്റ്റാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അതായത് നമ്മൾക്കറിയാം 2 മാസം കൂടുമ്പോഴാണ് നമ്മുടെ കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ 2 മാസം കറണ്ട് ബില്ല് വരുന്ന ആ ഒരു ഇത് നോക്കി, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ഏവറേജ് നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒരു ഏകദേശ കൺസപ്ഷൻ എത്രയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ സൗരോർജ്ജ പ്ലാന്റ് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉപയോഗം സ്വാഭാവികമായും കൂടും. കാരണം കറണ്ട് ബില്ല് അടയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്വാഭാവികമായും കൂടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൂടാൻ ഏകദേശം എത്ര കൂടുമെന്നത് കൂടി കണക്കിലെടുത്ത് വേണം നമ്മുടെ പ്ലാന്റ് എത്ര കിലോ വാട്ട് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 1 കിലോ വാട്ട് പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ 4 യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു ദിവസം അതിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. അതായത് ഒരു മാസം എന്ന് പറയുന്നത് 120 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഒരു കിലോ വാട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ 2 കിലോ വാട്ട് പ്ലാന്റാണ്, 2 കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ 120+120 അതായത് 240 യൂണിറ്റ് വൈദ്യുതി നമുക്ക് ഒരു മാസം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മളിപ്പോൾ 2 മാസം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിന് വേണ്ട സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ പ്ലാന്റ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഒട്ടും തന്നെ തണൽ, ഷെയ്ഡ് ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലം ഇതിന് കണ്ടെത്തുക. 1 കിലോ വാട്ടിൻ്റെ ഒരു പ്ലാന്റ് വയ്ക്കാൻ 100 സ്ക്വയർ ഫീറ്റാണ് ഇതിന് വേണ്ടി വരുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു 3-4 കിലോ വാട്ടെല്ലാം ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സ്പേസ് നമ്മുടെ പുരപ്പുറത്ത് ഉണ്ടായിരിക്കണം. ഇനി ഗവൺമെൻറ് സബ്സിഡി കഴിഞ്ഞ് നമ്മൾ ഓരോ കിലോ വാട്ടിനും കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 1 കിലോ വാട്ടിന് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് 54,140 രൂപയാണ്. 2 കിലോ വാട്ട് പ്ലാന്റിന് നമ്മൾ കൊടുക്കേണ്ടത് 95,725 രൂപയാണ്. 3 കിലോ വാട്ടിന് നമ്മൾ കൊടുക്കേണ്ടത് 1,33,117 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. 3 കിലോ വാട്ടിന് മുകളിൽ 10 കിലോ വാട്ട് വരെ, മാക്സിമം 10 കിലോ വാട്ട് വരെ മാത്രമാണ് നമുക്ക് ഈ ഒരു സബ്സിഡി പ്രകാരം നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 3 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെയുള്ള യൂണിറ്റിന് എത്ര രൂപയാണ് ചിലവ് എന്നുള്ളത് നമ്മൾ ഇകിരൺ വെബ്സൈറ്റിൽ www.ekiran വെബ്സൈറ്റിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ലഭ്യമാണ്. KSEB ഇതിന് കേരളത്തിൽ കുറേ എംപാനൽഡ് ഏജൻസികളെയാണ് ഇപ്പോൾ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എംപാനൽ ഏജൻസികളുടെ എല്ലാം ലിസ്റ്റുകളും നമുക്ക് ഇകിരൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓരോ ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് അതിൻ്റെ മിനിമം കോസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകൾ വശം പരന്നതാണെങ്കിൽ ഏകദേശം ഈ കോസ്റ്റ് തന്നെ വരികയുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ചെരിഞ്ഞ, അതായത് റൂഫ് ടോപ്പ് ചെരിഞ്ഞതാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫ്രെയിം വർക്കും കോസ്റ്റ് എല്ലാം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ അതിൽ അധികം വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ കിരൺ വെബ്സൈറ്റിൽ പോയി നമ്മുടെ റിക്വയർമെൻറ്റ് എത്ര കിലോ വാട്ട് വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അപ്പോൾ ഇത്ര 1 കിലോ വാട്ട് മുതൽ 2 കിലോ വാട്ട് വരെ, 2 കിലോ വാട്ട് മുതൽ 3 കിലോ വാട്ട് വരെ, 3 കിലോ വാട്ടിൻ്റെ മുകളിലേക്ക് ചെയ്യുന്ന ഈ രീതിയിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ എംപാനൽഡ് ഏജൻസികളുടെയും ലിസ്റ്റ് അതിൽ ഈ കിരൺ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോൺ നമ്പറും മറ്റ് വിശദ വിവരങ്ങളും അതിലുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ റിക്വയർമെൻറ്റ് ആവശ്യപ്പെട്ട് അവർ നമ്മുടെ സ്ഥലത്ത് വന്ന് നോക്കി അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളോട് പറയുന്നതാണ്. നമുക്ക് അവരുമായി സംസാരിച്ച് അവരോട് ബാർഗെയിൻ ചെയ്ത് നമുക്കിതിൻ്റെ ടോട്ടൽ എമൗണ്ട് എല്ലാം കുറയ്ക്കാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ കസ്റ്റമറുടെ മിടുക്കാണ്. നമ്മൾ അവരോട് സംസാരിച്ച് ഏത് രീതിയിലുള്ള കണക്ഷൻ എങ്ങനെ വേണമെന്നെല്ലാം നമുക്ക് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സോളാർ പ്രൊജക്റ്റ് മന്ത്ലി വൺസെങ്കിലും ഒന്ന് നന്നായിട്ട് അതിൻ്റെ മുകൾ വശം കഴുകി വൃത്തിയാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി കഴുകാൻ വേണ്ടി നടക്കാനൊരു സ്പേസൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലെല്ലാം നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ കസ്റ്റമർ ഈ ഒരു എംപാനൽഡ് ഏജൻസിയെ ഡയറക്റ്റ് വിളിച്ച് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ഈ കിരൺ വെബ്സൈറ്റിൽ എംപാനൽഡ് ഏജൻസി ലിസ്റ്റ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഈ അടുത്തൊരു പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഏജൻസിയെ കൊണ്ടും, അതായത് നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയോ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താലും നമുക്ക് ഈ ഒരു സബ്സിഡി അവൈലബിൾ ആണ്. അതായത് ഈ കിരൺ വെബ്സൈറ്റിന് പുറമെ നമ്മുടെ ഇഷ്ടമുള്ള ഏജൻസിയെ കൊണ്ടും നമുക്കിത് ചെയ്യിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. ഈ കിരൺ വെബ്സൈറ്റിൽ 2 കിലോ വാട്ട് ചെയ്യുന്ന 19 ഏജൻസികളും 3 കിലോ വാട്ട് കണക്ഷൻ ചെയ്യുന്ന 32 ഏജൻസികളുടെയും ലിസ്റ്റുകൾ ഇപ്പോൾ ഈ കിരൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിന് വേണ്ട രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് വെറും 1000 രൂപയാണ്. പ്ലസ് 1000 പ്ലസ് അതിൻ്റെ ഒരു 18% GST 1180 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ വരുന്നത്. ഈ ഒരു രജിസ്ട്രേഷൻ ഫീ എമൗണ്ടും നമ്മുടെ ടോട്ടൽ സബ്സിഡി ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ KSEBിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കുറഞ്ഞ തുക മാത്രമേ നമ്മൾ നമ്മുടെ എംപാനൽ ഏജൻസിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാനലുകളും ഇൻവെർട്ടറുകളും മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അത് MNRE പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എംപാനൽ ഏജൻസികൾ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ പുറത്തു നിന്നുള്ളൊരു ഏജൻസിയെ കൊണ്ടാണ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളൊരു ടീമിനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സബ്സിഡി കിട്ടുകയുള്ളൂ. ഇതിലുപയോഗിക്കുന്ന പാനലുകൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും MNRE ഓരോ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത്ര ക്വാളിറ്റി മീറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതെല്ലാം MNRE പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ MNRE ഇങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ചത് കൊണ്ടായിരിക്കണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയൊരു ഇത് പുറത്തിറക്കിയിരുന്ന, അതായത് നമുക്ക് പുറത്തുള്ള ഏജൻസി വഴി നമുക്കിതിപ്പോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല. ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വെബ്സൈറ്റും മറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആവും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എംപാനൽഡ് ഏജൻസി കൊണ്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ഏജൻസിയോ കൊണ്ടോ ചെയ്യിക്കണം എന്നെല്ലാം നമ്മുടെ ചോയ്സാണ്. ഇനി നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ്, എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം. നമ്മുടെ വെബ്സൈറ്റ് ഇതാണ്, ekiseb.in. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലുകളെല്ലാം കാണും. സബ്സിഡി സ്കീം, സോളാർ പോളിസി, ലോൺ ഫെസിലിറ്റി എന്നെല്ലാം കാണാം. നമ്മൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഗ്രിഡ് കണക്റ്റഡ് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് വിത്ത് സബ്സിഡി, നമുക്കിവിടെ നമ്മുടെ എത്ര ഏരിയ നമുക്ക് ഉണ്ട് എന്നെല്ലാം കൊടുത്ത് നമുക്കത് കാൽക്കുലേറ്റ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എസ്റ്റിമേറ്റ് കോസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൺസ്യൂമർ കൊടുത്ത് ലോഗിൻ ചെയ്യാം. നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്ക് കറൻറ്റ് സബ്സിഡി സ്കീം, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്കീമുകളും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് 40% സബ്സിഡിയോട് കൂടെയും 20% സബ്സിഡിയോട് കൂടെയും കിട്ടുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2022 അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ. ടോട്ടൽ കേരളത്തിന് അലോട്ട് ചെയ്തിരിക്കുന്ന ഇതാണ് കറണ്ട് അലോട്ട്മെൻറ്റ്. അതുപോലെ അതായത് 200 മെഗാവാട്ടാണ് ഇപ്പോൾ കറണ്ട് അലോട്ട്മെൻറ്റ്. നമുക്കതിന് ബാക്കി കുറേ പേർ അത് ഉപയോഗിച്ച് അതിൻ്റെ ബാക്കിയുള്ളത് 71 മെഗാവാട്ടാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്തരം ഡീറ്റെയിൽസാണ് നമുക്ക് സബ്സിഡി സ്കീമിൽ നോക്കാൻ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഇവിടെ വലതുഭാഗത്ത് മിനിമം റിക്വയർമെൻറ്റ് എന്ന് നോക്കുമ്പോൾ, അതായത് 1 കിലോ വാട്ട് സോളാർ പ്ലാന്റിൻ്റെ റിക്വയർമെൻറ്റും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് 1 കിലോ വാട്ട് പ്ലാന്റ് വേണമെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് വേണം. അത് ഷെയ്ഡ് ഫ്രീ ആയിട്ടുള്ള സ്ഥലം വേണം. അതിന് ഏകദേശം കോസ്റ്റ് എന്ന് പറയുന്നത്
60,000 to 70,000 നമുക്ക് 1 കിലോവാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന 120 യൂണിറ്റ് ആണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള എന്തൊക്കെ പ്രോസസ്സുകൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസ്യൂമർ സബ്മിറ്റ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കത് ഇതിൻ്റെ അവസാനം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്കിവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കൺസ്യൂമർ നമ്പറും നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ടെന്നെല്ലാം കൊടുത്ത് നമുക്കിവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എത്ര വരും എന്നുള്ളതിൻ്റെ ഒരു റഫായിട്ട് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൺസ്യൂമർ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 400 സ്ക്വയർ ഫീറ്റ് എന്നാണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും, നമുക്ക് 4 കിലോവാട്ട് പ്ലാന്റ് നമുക്ക് വയ്ക്കാൻ സാധിക്കും. പ്ലാന്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഇതാണ്. നമുക്ക് സബ്സിഡി കഴിഞ്ഞിട്ടുള്ള 1,41,000 അല്ലെങ്കിൽ 1,61,000 വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. സബ്സിഡി സ്കീമും അതുപോലെ തന്നെ എംപാനൽഡ് ഏജൻസികളുടെ ലിസ്റ്റ് എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും മുകളിലേക്ക് വന്നാൽ സബ്സിഡി സ്കീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എംപാനൽ ചെയ്ത കമ്പനികൾ, KSEBയുമായി ടൈപ്പ് ആയിട്ടുള്ള എംപാനൽ കമ്പനികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ 1 കിലോവാട്ടിനും 2 കിലോവാട്ടിനും ഇടയിൽ ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ വീട്ടിലേക്ക് ചെയ്തു കൊടുക്കുന്ന കമ്പനികളുടെ ലിസ്റ്റാണ് ഒന്നാമത്തേത്. നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു PDF-ൻ്റെ ഫോം നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ആവും. നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ ഓപ്പൺ ആവും. ഇവിടെ അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. KSEB ഇതൊന്നും ചെയ്യില്ല. നമ്മൾ ഇവരെ ലിസ്റ്റ് നോക്കി നമുക്ക് ഇഷ്ടമുള്ള, നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നവരുണ്ടോ എന്ന് നോക്കുക. അവരെ ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ID, അതുപോലെ വെബ്സൈറ്റ് ID എല്ലാം തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഫസ്റ്റ് കൊണ്ടാസ് വന്ന് കോയമ്പത്തൂരാണ്, അവർ തമിഴ്നാട് ബേസാണ്. രണ്ടാമത്തെ സൺടാസ്റ്റിക് വന്നിട്ട് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ അടുത്ത കമ്പനി നോക്കുമ്പോൾ അത് തിരുവല്ല. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ്, നമുക്ക് ഇവരുടെ ഒരു സർവീസ് എല്ലാം കിട്ടണമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ഏതാണെന്ന് നോക്കി അവരുമായി കോൺടാക്റ്റ് ചെയ്യുക, അവരുമായിട്ടൊരു ടൈപ്പ് ആവുക. ഏറ്റവും മിനിമം കോസ്റ്റ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം നമ്മൾ സംസാരിച്ച് അതെല്ലാം നമ്മളാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് പോളി ക്രിസ്റ്റൽ പാനലുകളാണ്. മോണോ ക്രിസ്റ്റൽ പാനലുകൾ ടാറ്റ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത്. അതും ടാറ്റ 3 കിലോവാട്ടിന് മുകളിലുള്ള പാനലുകൾക്കാണ് ടാറ്റ മോണോപർക്ക് പാനൽ ചെയ്യുന്നത്. അത് മോണോപർക്ക് പാനലും പോളി ക്രിസ്റ്റൽ പാനലും ടാറ്റ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് മോണോ ക്രിസ്റ്റൽ പാനലുകളും അതുപോലെ തന്നെ പോളി ക്രിസ്റ്റൽ പാനലുകൾ എന്താണെന്നും അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവുന്നതാണ് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് ടാറ്റയെ മാത്രമാണ് മോണോപർക്ക് പാനലുകൾ ചെയ്യുന്നുള്ളൂ. അതും 3 കിലോവാട്ട് എബോവ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ കാണാം. 3 കിലോവാട്ട് കപ്പാസിറ്റി, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വന്ന് 1,78,000. അതിൻ്റെ സബ്സിഡി കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് 1,27,000. അതിൻ്റെ സബ്സിഡി റേറ്റ് 50,000, സെൻട്രൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ്. ഇനി സബ്സിഡി ഇല്ലാതെ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇമ്പോർട്ടഡ് പാനലുകൾ, അതായത് ഇപ്പോൾ നമുക്ക് KSEB ഇത് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇമ്പോർട്ടഡ് പാനലുകൾ ഉപയോഗിച്ച് അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് സ്ഥാപിക്കാൻ, അതായത് ഒരു പ്ലാന്റ് വയ്ക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ടാറ്റ തന്നെ പോളി ക്രിസ്റ്റൽ വെച്ചിട്ട് ചെയ്യുന്നത് 1,20,000 സബ്സിഡി കോസ്റ്റ് കഴിഞ്ഞ് വരുന്നത്. അതിൻ്റെ 50,400 രൂപയാണ് പോളി ക്രിസ്റ്റൽ ആകുമ്പോൾ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടുക. അതിന് ടോട്ടൽ ഇത് രണ്ടും തമ്മിൽ ഒരു 6,000-7,000 ഡിഫറൻസ് തന്നെ വരുന്നുണ്ട്. 1,20,000 വരുമ്പോൾ മറ്റേതൊരു 1,27,000 വരുന്നുണ്ട്. അതൊരു 7,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട് മോണോപർക്കിന് കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലായിരിക്കും. ബട്ട് നമുക്കൊരു മഴക്കാലത്തും കാര്യങ്ങളെല്ലാം അധികം വെയിലില്ലാത്ത സമയത്തും നമുക്ക് പോളി ക്രിസ്റ്റലാണ്, മോണോ ക്രിസ്റ്റലാണെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമെന്നാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് മോണോപർക്കിൻ്റെ പെർ കിലോ വാട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് 54,000. അതുപോലെ തന്നെ അത് പോളി ആണെങ്കിൽ അത് 51,000 ആണ്, 51 വരുന്നത്. ഒരു 3,000 ഡിഫറൻസ് പെർ കിലോ വാട്ട് വരുന്നുണ്ട്.
പിന്നെ നമ്മൾ വെക്കുന്ന പ്ലാന്റ് അതിൻ്റെ സബ്സിഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇൻവെർട്ടറാണോ അല്ലെങ്കിൽ പാനലാണോ ഏതാണ് ഏറ്റവും കുറവ് വെച്ചിരിക്കുന്നത്. അതായത് 3 കിലോ വാട്ട് ഇൻവെർട്ടറാണ്, 4 കിലോ വാട്ട് പ്ലാന്റ് ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതാണ് ഏറ്റവും കുറവ് എന്നുള്ളത് അത് വെച്ചിട്ടായിരിക്കും നമുക്ക് സബ്സിഡി തരുന്നത്. കുറവാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ബെഞ്ച് മാർക്ക് കോസ്റ്റ് എല്ലാം സെൻട്രൽ ഗവൺമെൻറ് MNRE ആണ് തീരുമാനിക്കുന്നത്. 41,000 ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പവർ 1, ബിങ്ക സോളാർ, BS സോളാർ, മറ്റൊന്നാണ് ഡ്രൂഡിക് എനർജി, ഇതെല്ലാം നമുക്കുണ്ട്. നമുക്ക് ഏത് എംപാനൽ ഏജൻസിയുമായി ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ ചോയ്സാണ്. ഇപ്പോൾ നമുക്ക് ഇത് കൂടാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏജൻസിയുമായിട്ടും ചെയ്യാം, നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏജൻസി വഴിയും ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ്, ഏറ്റവും താഴെ കമ്പനി ഗൈഡ് ലൈൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഓഫീസ് മെമ്മോറാണ്ടം, ഇതൊന്ന് വായിച്ച് നോക്കുക. ഇതൊരു 13 പേജുള്ളതാണ്. നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച പാനലുകളും ഇൻവെർട്ടറുകളും മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇമ്പോർട്ടഡും എന്തായാലും തദ്ദേശീയവും തമ്മിൽ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇതൊന്ന് കൃത്യമായിട്ട് വായിക്കുക. പിന്നെ നമ്മളിത് സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അത് നമ്മൾ കൺസ്യൂമർ വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ പാനൽ ഏജൻസിയും കാര്യങ്ങളുമാണ്, സൈറ്റ് വെരിഫിക്കേഷനും അതെല്ലാം ഡീറ്റെയിൽസ് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിന് ഏകദേശം വേണ്ട സമയം നമ്മൾ 10 ദിവസം 15 ദിവസം എന്നുള്ളൊരു ഏവറേജ് ഒരു ഡേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈനപ്പ് ചെയ്യാം. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നോക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ KSEB നമ്മുടെ കൺസ്യൂമർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട പ്രോസസ്സാണിത്. കൺസ്യൂമർ നമ്പർ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മുടെ മൊബൈലെല്ലാം ഇതിൽ ലിങ്ക്ഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതാണ്. ആ OTP മെസ്സേജ് നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ വെരിഫൈ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ KSEB ഇത് അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ സൈറ്റ് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യും. സൈറ്റ് വിസിറ്റിൻ്റെ റെസ്പോൺസ്, അതുപോലെ തന്നെ എഗ്രിമെൻ്റ് അപ്ലോഡ് തുടങ്ങിയ പ്രോസസ്സുകളാണ് 1 by 1 ആയിട്ട് എന്തെല്ലാമാണ് നമ്മൾ കസ്റ്റമർ ചെയ്യേണ്ടത്, എങ്ങനെയാണിത് മുന്നോട്ട് പോവുക എന്ന് ജസ്റ്റ് ഇത് നമുക്കിത് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 15ഓളം പ്രോസസ്സുകളാണ് ഇതുവഴി വരുന്നത്. ആപ്ലിക്കേഷൻ സബ്മിഷൻ, അതിൻ്റെ ഫീ പേയ്മെൻറ്റ്, രജിസ്ട്രേഷൻ ഫീ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് അടിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.